ഇത് സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാവും, പക്ഷെ നമുക്ക് കാണുമ്പോൾ തിരിച്ചറിയില്ല. അത് ചെടിച്ചട്ടിയിൽ കയറ്റുന്നതോടുകൂടി അതിൻ്റെ ഭംഗിയൊക്കെ മാറി നല്ല ഭംഗിയുണ്ട്. ഇത് ഞങ്ങൾ വികസിപ്പിച്ചാണ്, മിക്ക നഴ്സറികളും കാണാൻ സാധ്യതയില്ല. നമസ്കാരം, എൻ്റെ പേര് അബ്ദുൽ കരീം. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. ജോലിയിലിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ആശയം, ഒരു ചെറുകിട ബിസിനസ് എന്ന നിലക്കാണ് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങി വെച്ചത്. ഇപ്പോൾ 23 വർഷമായി ഞങ്ങളുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. പാലക്കാട് പട്ടാമ്പി റോഡിൽ ഹൈവേൻ്റെ സൈഡാണ്. എൻ്റെ 4 സെൻറ്റ് സ്ഥലത്ത് പുരയിടത്തിൻ്റെ മേൽഭാഗത്തും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെയൊരു നഴ്സറി തുടങ്ങിയത്. ഇപ്പോൾ എന്തുകൊണ്ട് എല്ലാ തരത്തിലും നല്ല നിരക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു മാതൃകയാണ് നമ്മൾ ഫ്രൂട്ട്സുകളും കാർഷിക തൈകളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ ആയിക്കൊണ്ട് നമുക്ക് ചെറിയ സ്ഥലങ്ങളിൽ പോലും നമുക്കിത് വികസിപ്പിച്ചെടുക്കാം. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രചോദനമാവട്ടെ. 4 സെൻറ്റ് സ്ഥലത്ത് വീടിൻ്റെ മുൻഭാഗത്തും നഴ്സറിയും അതോടൊപ്പം തന്നെ അക്വേറിയം സെറ്റും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മൊത്തത്തിൽ തരക്കേടില്ലാത്ത ഒരു ബിസിനസ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നഴ്സറിയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് ഫ്ലവേഴ്സാണ്. പ്രത്യേകിച്ച് റോസ്, അതുപോലെ തന്നെ ബോഗൈൻവില്ല, തെച്ചുകൾ, ഇങ്ങനെ ഒട്ടനവധി ഡയാൻഡസ്, വിങ്ക, പിറ്റോണിയ, ഇങ്ങനെ തുടങ്ങി സീസൺ ഫ്ലവേഴ്സും അല്ലാത്ത ഫ്ലവേഴ്സും ആയിട്ട് എല്ലാ തരത്തിലുള്ള ഫ്ലവേഴ്സും ധാരാളം മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മൾ കാർഷിക മേഖലയെ ഒരു മുൻഗണന കൊടുത്തുകൊണ്ട് അതിൻ്റെ കാർഷിക മേഖലയിലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസും അതുപോലെ തന്നെ മറ്റ് സാധാരണ തൈകളും ഒക്കെ വിറ്റഴിക്കുന്നുണ്ട്. രണ്ടിനും ഈക്വൽ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഉള്ള സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്, പരിമിതമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് എല്ലാം ഇൻക്ലൂഡഡ് ആയിക്കൊണ്ട് എന്ത് ചോദിച്ചാലും ഇല്ല എന്ന് പറയാത്ത രീതിയിൽ, ഇല്ലെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന രീതിയിലാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നമുക്ക് നല്ല നിരക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നഴ്സറിയിൽ ഫ്ലവേഴ്സ് മിക്കവാറും ഡിസംബർ തൊട്ട് മെയ് വരെയാണ് ഫ്ലവേഴ്സ് ധാരാളമായിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ ജൂൺ തൊട്ട് ഏറെക്കുറെ നവംബർ വരെയും കാർഷിക തൈകളാണ്. പ്രത്യേകിച്ച് റെയിനി സീസണിൽ പൂക്കൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് പൂക്കളുള്ള സമയത്ത് ധാരാളം പൂക്കൾ നമ്മളിവിടെ പ്രാദേശികമായി നഴ്സറി ആയിട്ട് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നതുമായിട്ടുള്ള പൂക്കളാണ് ഇവിടെ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. കാർഷിക തൈകളും അതുപോലെ തന്നെ കുറേ കാർഷിക തൈകൾ നഴ്സറി ആയിട്ട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി പുറത്തുനിന്ന് ബെഡ് ഇനങ്ങളും അത് ഗ്രാഫ്റ്റ് ഇനങ്ങളൊക്കെ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ലൊരു സെയിൽസുള്ളതാണ് നമ്മളെ തെച്ചി ഇനങ്ങളിൽപ്പെട്ട വിവിധ തരം തെച്ചുകൾ. അതിൽ പ്രത്യേകിച്ച് ഗോൾഡൻ തെച്ചുകൾ 4 തരം ഗോൾഡൻ തെച്ചുകളുണ്ട്. ഗോൾഡൻ ഉണ്ട്, യെല്ലോ ആയിട്ടും ഒക്കെ ആയിക്കൊണ്ട് 4 തരം ഗോൾഡൻ തെച്ചുകൾ. അതുപോലെ തന്നെ റെഡ് തെച്ചുകൾ, അശോക തെച്ച് മുതൽ ഹൈബ്രിഡ് തെച്ചുകൾ വരെ ഒരു 6-7 ഇനത്തിൽപ്പെട്ട റെഡ് തെച്ചുകളുണ്ട്. പിന്നെ പിങ്ക് തെച്ച്, വൈറ്റ് തെച്ച്,
അതിൽ സ്പെഷ്യൽ കളറുള്ള പ്രത്യേകതരം തെച്ചുകൾ ഞങ്ങൾക്ക് നല്ല ബിസിനസ്സാണ് തെച്ചുകളിൽ. അപ്പോൾ ഞങ്ങളുടെ ഗാർഡനിൽ ധാരാളം തെച്ചുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ചെറിയ വിലയുള്ളൂ, ഒരു 50-60 രൂപ മുതൽ 500 രൂപ വില മതിക്കുന്ന തെച്ചുകൾ ധാരാളമുണ്ട്. ഞങ്ങൾക്ക് മറ്റൊരു ഇനമാണ് ചെമ്പരത്തി. ധാരാളം സെയിൽസ് ഉണ്ട്. ഒട്ടനവധി ഹൈബ്രിഡ് ചെമ്പരത്തികൾ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നൂറുകണക്കിന് വെറൈറ്റീസ് ചെമ്പരത്തികളാണ് ഉള്ളത്. എപ്പോഴും ചെമ്പരത്തിക്ക് നല്ലൊരു മാർക്കറ്റിംഗ് കൂടിയുള്ളതാണ്. ഏറെക്കുറെ 50 രൂപ തൊട്ട് 80 രൂപ വരെ വിലയാണ് ചെമ്പരത്തിൻ്റെ ഒരു കവറിന്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന മറ്റൊരു ഇനമാണ് ഹാങ്ങിങ് പ്ലാന്റ്സ്. ഹാങ്ങിങ് പ്ലാന്റ്സിൽ കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ കാണുന്ന ബനാന പ്ലാന്റ്സ്. ഇത് ഏറെക്കുറെ ഈ കാണുന്ന ചെട്ടി ഇതൊന്നുമല്ല, ഇത് 4 അടി ഒക്കെ താഴേക്ക് വരുന്നതാണ്. ഇപ്പോൾ അത് കുറവാണ്. ഇത് ഏറെക്കുറെ 500 രൂപയോളം വരുന്നതാണ്. ഇതിൻ്റെ കുറഞ്ഞ കവറിലൊക്കെ ഇട്ടുകൊണ്ടുള്ള ചെറിയ തൈകളുമുണ്ട്. 100 രൂപ 150 രൂപ വില മതിക്കുന്ന ചെറിയ ചെറിയ തൈകളുണ്ട്. ഇത് നമ്മൾ ഗാർഡൻ മിക്സർ ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ തന്നെ പല ഭാഗത്തും വേരുകൾ റൂട്ട്സുകൾ ഇങ്ങനെ വരാറുണ്ട്. റൂട്ട്സിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റീപ്ലാന്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ റീപ്ലാന്റ് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാവുന്നതാണ്. ആർക്കും ഒരു തൈ കൊണ്ടുപോയി കഴിഞ്ഞാൽ റീപ്ലാന്റ് ചെയ്തുകൊണ്ട് ധാരാളം തൈകൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഹാങ്ങിങ് പ്ലാന്റിൽ മറ്റൊരു ഇനമാണ് മണി പ്ലാന്റ്. ഈ മണി പ്ലാന്റിൽ കുറച്ചൊരു പുതിയൊരു വെറൈറ്റിയാണ് ഞാൻ തൊട്ട് കാണിച്ച ഈ തൈ. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇത് 400 രൂപയോളം വരും. ഇതിൻ്റെ കൊച്ചു തൈകൾ ഞങ്ങൾ 30 രൂപ തൊട്ട് ഇവിടെ സെയിൽസ് ഉണ്ട്. നല്ല തൈയാണ്. ഇത് കുറച്ചുകൂടി ഇതിൻ്റെയൊക്കെ റൂട്ട്സുകൾ താഴേക്ക് വരും. അപ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ മണി പ്ലാന്റ്സിൻ്റെ മറ്റൊരു ഇനമാണ് ഈ കാണുന്ന പച്ച ഇലയും വെള്ളയും പച്ചയും ചേർന്നുകൊണ്ടുള്ള ഒരിനം മണി പ്ലാന്റ്. ഇതും അതുപോലെ തന്നെ ഹാങ്ങറിൽ തൂങ്ങി കിടക്കുന്നതാണ്. കുറച്ച് നല്ല ഇനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മണി പ്ലാന്റ്സിനെ കുറിച്ച്. മണി പ്ലാന്റ്സിൽ ഇതിൽ പച്ച ഇലുള്ള മണി പ്ലാന്റ്സ് ഉണ്ട്. അത് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കാണുന്ന മറ്റേ വെള്ളയും പച്ചയിലയായിട്ട് ഇത് അപൂർവമാണ് കിട്ടാറുള്ളൂ. പിടിക്കാനും വലിയ പ്രയാസമാണ്. ഇങ്ങനെ ഒരു മണി പ്ലാന്റും കൂട്ടത്തിലുണ്ട്. ടർട്ടിൽ പ്ലാന്റിൻ്റെ മറ്റൊരു ഇനമാണ് ഈ കാണുന്ന ചെടി. ഇത് നമുക്ക് ടർട്ടിൽ പ്ലാന്റ് പോലെ തന്നെ കട്ട് ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. ചെറിയ കവറിലാക്കി കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി വരും. 2 അടി 3 അടി വരെയൊക്കെ 2 സൈഡും ഇങ്ങനെ ഇറങ്ങി ബുഷായിട്ട് നിൽക്കും. അത് വളരെ സിമ്പിളാണ്. നമുക്കൊരു ചെറിയ തൈ മേടിച്ചാൽ, നഴ്സറിയിൽ നിന്ന് മേടിച്ചാൽ അത് കട്ട് ചെയ്ത് വീട്ടിൽ തന്നെ പിടിപ്പിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഫ്രഷായിട്ട് പുതിയ കട്ടിങ് എടുത്ത് പുതിയ ചട്ടിയിൽ കയറ്റി കഴിഞ്ഞാൽ എപ്പോഴും വീട്ടിൽ ഫ്രഷായിട്ട് ചെടികളിങ്ങനെ നിൽക്കും. ഈ ടർട്ടിൽ പ്ലാന്റുകൾ നിർത്താൻ കഴിയും. ടർട്ടിൽ പ്ലാന്റിൻ്റെ മറ്റൊരു ഇനമാണ് ഇത്. ഇതും ടർട്ടിൽ പ്ലാന്റ് അതേപോലെ തന്നെ സെയിമായിട്ട് തന്നെ 2-3 അടി താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരും. ഇതും കട്ടിങ്സൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു വരും വരാം. ഒരു 2 മാസം ഒക്കെ 3 മാസത്തിനുള്ളിൽ തന്നെ ഫുൾ ഷേപ്പ് ചെടിയായി മാറും. അതൊന്ന് ഇത് മറ്റൊരു ഇനമാണ് ടർട്ടിൽ പ്ലാന്റ്. ഇതും താഴോട്ട് 2 സൈഡും ഇങ്ങനെ ഇറങ്ങി വരും. ഇതിപ്പോൾ പച്ച ഇലയാണെങ്കിൽ ഇതിൻ്റെ ചുവന്ന ഇലയും കൂട്ടത്തിലുണ്ട്. അതും ഇതുപോലെ തന്നെ വരുന്നതാണ്. ഇത് നമ്മൾ പുതിയതായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാവും, പക്ഷെ നമുക്ക് കാണുമ്പോൾ തിരിച്ചറിയില്ല. അത് ചെടിച്ചട്ടിയിൽ കയറ്റുന്നതോടുകൂടി അതിൻ്റെ ഭംഗിയൊക്കെ മാറി നല്ല ഭംഗിയുണ്ട്. ഇത് ഞങ്ങൾ വികസിപ്പിച്ചാണ്. മിക്ക നഴ്സറികളും കാണാൻ സാധ്യതയില്ല. ഇപ്പോൾ ഈ കാണുന്ന ചട്ടി 200 രൂപയാണ്. ഇതിൻ്റെ കവർ ഞങ്ങൾ 50 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട്.
ഇവിടെ വെർട്ടിക്കൽ ഗാർഡൻ്റെ ചെടികൾ കൂടി നമ്മൾ നഴ്സറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറെക്കുറെ 10ഓളം ചെടികളുണ്ട്. ഞാൻ ഈ തൊട്ട് കാണിക്കുന്നതാണ് ഈ ചെടികൾ. നമ്മുടെ ഹോട്ടലുകളുടെയും ഒക്കെ മുൻവശത്ത് സൈഡിൽ സെറ്റ് ചെയ്യുന്ന ചെടികളാണ് ഇത്. ഇതിൻ്റെ എല്ലാ സെറ്റിങ്ങും ഇവിടെ ഉണ്ട്. ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. വില ചെറിയ വിലയുള്ളൂ. കവറ് ഈ 30 രൂപയൊക്കെ ഉള്ളൂ. ഇപ്പം നമുക്കറിയാം ഗാർഡൻ തൈകൾക്ക് വളങ്ങൾ ഒരു പ്രധാന വിഷയമാണ്. എല്ലാവരും കാർഷിക മേഖലയ്ക്ക് തിരിഞ്ഞുകൊണ്ട് ഏത് വളമാണ് ഇടുക, എവിടെയാണത് കിട്ടുക എന്നുള്ളത് പലർക്കും ഒരു അജ്ഞതയാണ്. ഇവിടെ നമ്മൾ വളങ്ങൾ, അതിൻ്റെ എല്ലാ തരത്തിലുള്ള വളങ്ങളും നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ആടിൻ്റെ വളം പൊടിച്ചത്, പശുവിൻ്റെ വളം പൊടിച്ചത്, കോഴിയുടെ വളം പൊടിച്ചത്, അതുപോലെ തന്നെ കമ്പോസ്റ്റ്, ആട്, കോഴി, പശു കമ്പോസ്റ്റ്, പിന്നെ 5 തരം വളങ്ങൾ കമ്പോസ്റ്റ് ചെയ്തത്. കാരണം എല്ലുപൊടി, അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക്, ആട്, കോഴി, പശു ഇങ്ങനെ സമ്മിശ്രമായിക്കൊണ്ടുള്ള കൂട്ട് വളങ്ങൾ ഒക്കെ ജൈവ വളങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സെപ്പറേറ്റ് നമ്മുടെ വേപ്പും പിണ്ണാക്ക്, അതുപോലെ തന്നെ എല്ലുപൊടി, പിന്നെ കൂട്ടത്തിൽ നമ്മൾ ചെടികളുടെ കൂടെ നട്ടു വളർത്താനുള്ള കോക്കോപിറ്റും കൂടെ ഉണ്ട്. കോക്കോപിറ്റ് നമ്മൾ വളങ്ങൾ ചേർത്തുകൊണ്ട് ജനങ്ങളുടെ സൗകര്യാർത്ഥം അവർക്ക് വളം ചേർക്കേണ്ട ആവശ്യമില്ല. കോക്കോപിറ്റ് കമ്പോസ്റ്റ് ഉണ്ട്. അതുപോലെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്. പോട്ടിംഗ് മിക്സ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മണ്ണ് പലപ്പോഴും കിട്ടാനില്ല. അതുകൊണ്ട് മണ്ണ് ചേർത്തുകൊണ്ട് വളം, മണ്ണ്, കോക്കോപിറ്റ് ചേർത്തുകൊണ്ടുള്ള സമ്മിശ്രമായിട്ടുള്ള അത് ചേർത്തുകൊണ്ടുള്ളതുണ്ട്. മാത്രമല്ല ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ചെടിച്ചട്ടികളും, ചെറുത് മുതൽ വലിയ ചട്ടികൾ വരെ ഞങ്ങളിവിടെ എല്ലാ തരത്തിലും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറമെ നമ്മൾ സാധാരണ രാസവളങ്ങൾ പിന്നെ 16-16, 18-18, 19-19, 20-20, അതുപോലെ തന്നെ DAP, പൊട്ടാഷ്, അതുപോലെ ഇപ്പോൾ പുതിയ ഇറങ്ങിയ ചില ജൈവവളങ്ങൾ കൂടി നമ്മളിവിടെ വിതരണം ചെയ്യുന്നു. റോസിനുള്ള റോസ് മിക്സ് പറഞ്ഞുകൊണ്ട് മൈക്രോൻ്റെ കമ്പനി തന്നെ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. റോസ് മിക്സ് പറഞ്ഞുകൊണ്ട് മൈക്രോൻ്റെ കമ്പനിയാണ്. അങ്ങനെ ഏതേത് ചെടികൾക്ക് ഏത് വളമാണ് വേണ്ടത് ആ വളമെല്ലാം നമ്മളിവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു.